ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മക്കത്തിൽ നിന്ന് മദീനത്തിലേക്ക് ഹിജ്റ പോയ സന്ദർഭം ഒരുപാട് മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളായ പെണ്ണുങ്ങളും മക്കത്തിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിಗೆ ഹിജ്റ പോയാർ. ആ കൂട്ടത്തിൽ ഒരു പെണ്ണിങ്ങ, അതായത് ഉമ്മു ഹബീബ ചെല്ലെ ഒരു മോളും എന്തായിട്ട് ഹിജ്റ പോയിട്ട് കുടുംബത്തെല്ലാവരും കൂട്ടും. കുടുംബക്കാർക്കെല്ലാവർക്കും മക്കത്തിലുള്ളതായ കുടുംബക്കാർക്കെല്ലാവർക്കും ബേജാർ. ആ പെണ്ണിടെ ബാപ്പ ഭയങ്കര ബേജാറിൽ നാളും ഉമ്മു ഹബീബിനെ നനപ്പാക്കിയിട്ട് പുറകിട്ട് അവസാനം ഉമ്മു ഹബീബിനൊന്ന് മോളിനെ കാണണമെന്ന് വിചാരിച്ചിട്ട് മദീനത്തിലേക്ക് പോയി. അങ്ങനെ അഡ്രസ് എല്ലാം കണ്ടുപിടിച്ചിട്ട് മോളിലെ ഔത്ത് പോയപ്പോൾ ബഹുമാനപ്പെട്ട ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ബാപ്പ വന്നപ്പോൾ വല്ലാത്ത സന്തോഷമായിട്ട് അങ്ങനെ കൈപിടിച്ചിട്ട് ഔത്ര ഉൾക്ക പ്രവേശിക്കുമ്പോൾ ഔത്തിലെ ചാവടിയിൽ ബാപ്പ സുസ്തായിട്ട് കൊണ്ട് ബാപ്പവും ഔത്ര ചാവടിയിൽ ഒരു പായ വിരിച്ചിട്ട് അങ്ങനെ പോയിട്ട് ദഹിക്കുവാണ് വിചാരിച്ചിട്ട് ബാപ്പ ഞാൻ ദഹിക്കുവാൻ നോക്കുമ്പോൾ ഓടി പോയിട്ട് മോളും ആ പായരെ മടക്കിയിട്ട് ഔത്ര ഒഴുക വെച്ചിട്ട് വേറെ ഒരു വസ്ത്രത്തെ വിരിച്ചു കൊടുത്താണ്. അപ്പോൾ ബാപ്പ ഇന്നെൻ്റെ മോള് ബഹുമാനിച്ചിട്ട് തന്നെ അത് പായ എടുത്തിട്ട് വേറെ വിരിച്ചതായിട്ട് കുഞ്ഞു എൻ്റെ മോളെ ഞാൻ ഇതിൽ ദഹിക്കാൻ തന്നെ നീ എൻ്റെ ആ പായ മടക്കി വിരിച്ചു. അപ്പോൾ ബാപ്പറൊട്ട മോള് ചെന്ന് പലക്കാം ബാപ്പ അത് നീരെ ബഹുമാനിച്ചിട്ട് ഞാൻ പിന്നെ പായ മടക്കിയതല്ല. വാസ്തവത്തിൽ അത് എൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിച്ചിട്ടായിട്ട് ഞാൻ ആ പായ മടക്കിയേണ്ട. ബാപ്പവും മോളുടെ പലക്ക അർത്ഥായി എന്ത് എനിക്കൊന്നുള്ള അർത്ഥായി എന്തുമല്ല എൻ്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ എപ്പെങ്കിലും ഓർക്ക നല്ല ഔത്തു വന്നെങ്കിൽ ആ പായൽ വന്നിട്ട് തെച്ചോണ്ടിക്കിട്. അപ്പോൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെച്ചതായ ആ പവിത്രമായ ആ പായിൽ മുശ്രിക്കായ ഒരാളുടെ ദൈവപാട്ടോ നക്ക് ഇഷ്ടമില്ല ബാപ്പ ചെന്നപ്പോൾ ബാപ്പക്ക് വല്ലാത്ത ബേജാറായി പോയി. ബാപ്പ ചെന്ന് മോയെ നിന്റെ ഇത്ര ദൂരത്ത് ഞാൻ നിന്റെ തേടിയിട്ട് വന്നിട്ട് നീ നിന്റെ ഔത്ത് വന്നപ്പോൾ നിന്റെ അവമാനിക്കടല്ലേ. അപ്പം മോള് ചെന്ന് ബാപ്പ നിങ്ങൾ ഇസ്ലാമാവണം, അപ്പം നിങ്ങൾക്ക് ഇത് ಗೊತ್ತವಡ അവമാനമാ ബഹുമാനമായിട്ട് നിൽക്കപ്പോൾ ಗೊತ್ತವടോ. ആ മോളുടെ പായുടെ പലക്കത്തെ ബർക്കത്തായിട്ട് പിൽക്കാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ബാപ്പക്കും ഹിദായത്ത് കൊടുത്ത പിന്നെ ലോകത്തിൽ അറിയപ്പെട്ടതായ ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ചെന്ന് അറിയപ്പെട്ട ഒരു പ്രഖ്യാത സ്വഹാബിയായിട്ട് ആ ബാപ്പ ലോക ഒരു അന്തത്തിൽ എത്തിത്തു എന്നുള്ളതായിട്ട് ഞങ്ങൾക്ക് ഇതിഹാസത്തിൽ കാണേ. അള്ളാഹു ഞങ്ങൾക്ക് മഹാന്മാരെ സ്നേഹിച്ചിട്ട് ഞങ്ങളോട് കൂടെ സ്വർഗ്ഗത്ത് ഓർമ്മിച്ചു ഭാഗ്യം തന്നെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.